hello, this is Amritaram from Neethus Academy. ഇന്നത്തെ വീഡിയോയിൽ IELTS സ്പീക്കിംഗ് ടെസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വൺ, I have to agree with everything on my examiner's opinion. അതായത് എക്സാമിനർ പറയുന്നത് എന്തും, അതായത് സ്പീക്കിംഗ് ടെസ്റ്റ് ആണല്ലോ, എക്സാമിനർ പറയുന്നത് എന്തും യെസ് എന്ന് നമ്മൾ അഭിപ്രായം, അതായത് അവർ പറയുന്നതിന് എന്തിനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷനാണ്. ബിക്കോസ് ദേ ആർ ദെയർ ടു അസസ് അവർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. They are not there to judge if we say yes or no, but they are there to assess our effective communication and the clarity with which we communicate a matter. So it's a big no to say or to accept whatever our examiners opine. Second one, the speaking test is easy and simple to score. അത് അഗെയിൻ ഇറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. കാരണം എല്ലാ ടെസ്റ്റും, IELTSൻ്റെ എല്ലാ സബ് ടെസ്റ്റുകളും ഈക്വൽ ഇമ്പോർട്ടൻസിൽ വേണം കാണാൻ. അല്ലാതെ സ്പീക്കിംഗ് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സംസാരിച്ച് കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാം, കുറച്ചും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് അഗെയിൻ എ മിസ്കൺസെപ്ഷൻ. സോ വിത്ത് effective and equal importance, see all the subtests in IELTS. Moving on to the third one, we need to have a native-like accent. ഇതെല്ലാവർക്കും പറ്റുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബിക്കോസ് നമ്മളവിടെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ആക്സെൻറ്റിലാണ്, പക്ഷെ ആക്സെൻറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹൗ വി കമ്മ്യൂണിക്കേറ്റ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും മുമ്പിലിരിക്കുന്ന ആളോട് നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അവിടെ നമ്മൾ ആക്സെൻറ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം തെറ്റായി പോകും, ചിലപ്പം അതിന് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ മിസ്സിങ്സ് വരാം. സോ ഫോക്കസ് മോർ ഓൺ ഹൗ വെൽ യു കമ്മ്യൂണിക്കേറ്റ് എ തിങ് and not on your accent. Next one, I cannot ask my examiner to repeat the question. Again, it's a misconception. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ you have the complete right to ask them, sorry sir, I didn't get the question എന്നുള്ള രീതിയിൽ, പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, സർ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുള്ളത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യരുത്. അതായത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലാവാതെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഫോക്കസ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നില്ല, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുക. സോ ഡോണ്ട് ഡു ദിസ് റിപ്പീറ്റഡ്ലി. വൺസ് ഇൻ എ വൈൽ ഇഫ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഫൈൻ ടു ആസ്ക്, സോറി സർ, ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. But another thing to focus is, if you don't ask, or if you have the misconception that asking a question or asking them to repeat the question is a wrong thing, നിങ്ങൾ അൺഷുവർ ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ളൊരു ഉത്തരമായിരിക്കും കൊടുക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ വെരി വെൽ ആൻഡ് ദെൻ അറ്റംപ്റ്റ് ടു ആൻസർ. ഫിഫ്ത്ത് വൺ ഇസ്, ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ ഇറ്റ് വിൽ എഫക്റ്റ് യുവർ IELTS സ്കോർ. തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ, there is a way to tackle the situation. If you are unsure about the answer, if you don't know the answer completely, there's a way to tackle the situation. അതായത് sorry sir, I'm not sure about it, but with my limited knowledge I think this is എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ആ ഉത്തരം പറയാം. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും അതെങ്ങനെ ഒരാളോട് പറയണം എന്നുള്ള രീതി അറിയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദേ ആർ അസസിങ് ദെയർ. നിങ്ങൾക്ക് എങ്ങനെ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റും in an effective, through an effective communication. So that has been valued there. So I hope you have got the 5 misconceptions related to IELTS speaking test. So till we meet with another informational video, it's Amritaram from Neethus Academy.